ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, എന്തൊക്കെ പുരോഗമനങ്ങളാണ് അടുത്ത 72 മണിക്കൂറിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത 72 മണിക്കൂറിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെല്ലാം എക്സ്പെക്റ്റ് ചെയ്യാം, എന്തെല്ലാം മാറ്റങ്ങൾ മുന്നോട്ട് നോക്കാം. നമുക്ക് ഓക്കെ, നമുക്കിനി ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. നമുക്ക് ഓരോ കാർഡുകൾ നോക്കാം. 7 ഓഫ് സ്വാർഡ്സ്, 6 ഓഫ് സ്വാർഡ്സ്, 8 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ്, ഡെത്ത് ആൻഡ് റീബർത്ത് റിവേഴ്സ്. ഓക്കെ, ആദ്യം ഞാൻ ഇവിടെ ഏതൊക്കെ സൈനുകളാണ്, ഏതൊക്കെ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട സൈനുകളാണ് ലഭിച്ചതെന്ന് ഞാൻ ആദ്യം പറയാം. ഇവിടെ നമുക്ക് സ്വേർഡ്സ് എനർജി വന്നിട്ടുണ്ട്. അതായത് എയർ എലമെൻറ്റ്സ് മിഥുനം രാശിയിൽപ്പെടുന്ന, അതായത് വായു രാശികളിൽപ്പെടുന്ന മകയിരം, തിരുവാതിര, പുണർദം, അതുപോലെ തന്നെ തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം, കുംഭം രാശിയിൽ വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ കൂടുതൽ ഈ കാർഡുകളിൽ പ്രസൻ്റായി കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത വന്നിരിക്കുന്നത് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് പിന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് എർത്ത് സൈൻ എന്നാണ് അതിന് പറയുന്നത്. ഇടവം രാശിയിൽ വന്നിട്ടുള്ള കാർത്തിക, രോഹിണി, മകയിരം, കന്നി രാശിയിൽ വന്നിട്ടുള്ള ഉത്രം, അത്തം, ചിത്തിര, മകരം രാശിയിൽ വന്നിട്ടുള്ള ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ രാശികൾ ഇവിടെ നമുക്ക് കൂടുതൽ പ്രകടമായി കാണാം. ഇവിടെ കാർഡുകൾ കിട്ടിയിരിക്കുന്ന പ്രകാരം വളരെയധികം വേദനകൾ, വെല്ലുവിളികൾ, ദുഃഖം നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർ അതിനെല്ലാം തീർച്ചയായും അതിജീവിച്ച് ഹീലായി മുന്നോട്ട് വരും. പക്ഷേ അതിനു വേണ്ട ചില ആക്ഷൻസ് എടുക്കുന്നതിൽ മടിച്ച് നിൽക്കുന്നതായിട്ടാണ് ബാക്കി കാർഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേദനിപ്പിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരാൻ ശ്രമം നടത്തുന്നുണ്ട്, പക്ഷേ മുന്നോട്ട് ചുവട് വയ്ക്കാൻ മടിച്ചു നിൽക്കുന്നതായിട്ടാണ്. ഏതൊക്കെയോ സാഹചര്യങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കണം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകണം എന്നും ആലോചിച്ച് ചിന്തിക്കുന്നുണ്ട്, പക്ഷേ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. അങ്ങനൊരു സിറ്റുവേഷൻസും ചില വ്യക്തികൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബോട്ടം ഓഫ് ഡക്ക് നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് സ്വേർഡ്സ് ആണ്. വിഷമിക്കേണ്ട, പേജ് ഓഫ് സ്വേർഡ്സ് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും ഇരുട്ടല്ല, വെളിച്ചവുമുണ്ട്. ഒരു കാര്യത്തിന് തന്നെ 2 വശങ്ങളുണ്ട്. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇതിനെയെല്ലാം മറികടന്ന് വളരെയധികം മുന്നോട്ട് വരാനും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നേടാനും തീർച്ചയായും കഴിയും. അങ്ങനെ മുന്നോട്ട് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഒരു നല്ല ഒന്നിച്ച് വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു ബാലൻസ് ആയിട്ടുള്ള സന്തുലിതമായ ഒരു നല്ല ഭാവിയും നിങ്ങളെ ഇതിലൂടെ കാത്തിരിക്കുക തന്നെ ചെയ്യുന്നുണ്ടെന്നാണ് ബോട്ടം ഓഫ് ഡെക്കിലെ കാർഡ്സുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്തു തന്നെ വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും അവ മറികടന്ന് നിങ്ങൾ തീർച്ചയായും ഒരു
സ്റ്റേബിൾ ബാലൻസ് ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും തീർച്ചയായും. സോ ഇതാണ് ഇന്ന് നമ്മുടെ ജനറൽ റീഡിംഗ് ഗൈഡൻസ് ആയിട്ട് അടുത്ത 72 മണിക്കൂറിൽ പ്രതീക്ഷിക്കാവുന്ന മാറ്റങ്ങളായി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.